വാഷിംഗ്ടണിൽ യാത്രാ വിമാനവും സൈനിക ഹെലികോപ്റ്ററും കൂട്ടിയിടിച്ച് 67 പേർ മരിച്ച സംഭവത്തിൽ ഹെലികോപ്റ്ററിന്റെ നീക്കങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം. അപകട സമയത്ത് ഹെലികോപ്റ്റർ പറന്നത് പരമാവധി ഉയരപരിധിക്ക് മുകളിൽ. രാത്രി സമയത്ത് തിരക്കേറിയ വ്യോമപാതയിൽ പരിശീലനം നടത്തിയതിലും വിമർശനം. അടിയന്തര സാഹചര്യങ്ങളിൽ US പ്രസിഡന്റ് അടക്കം പെന്റഗണിലെ ഉന്നതരുടെ സുരക്ഷാ ദൗത്യം ഏറ്റെടുക്കേണ്ട സൈന്യത്തിന്റെ UH-60 ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററാണ് ബുധനാഴ്ച വാഷിംഗ്ടണിൽ തകർന്നു വീണത്. അപകട സമയത്ത് പരിശീലനത്തിലായിരുന്നു ഹെലികോപ്റ്റർ എന്നാണ് സൈന്യത്തിന്റെ സ്ഥിരീകരണം. 2011 ഭീകരാക്രമണം പോലുള്ള അടിയന്തര സുരക്ഷാ ഭീഷണികളിൽ കണ്ടിന്യൂവിറ്റി ഓഫ് ഗവൺമെന്റ് അല്ലെങ്കിൽ കണ്ടിന്യൂവിറ്റി ഓഫ് ഓപ്പറേഷൻസ് എന്നറിയപ്പെടുന്ന ഒഴിപ്പിക്കൽ ദൗത്യത്തിനു വേണ്ടിയായിരുന്നു പരിശീലനം. പോട്ടോമിക് നദിക്ക് മുകളിലൂടെയുള്ള റൂട്ട് 4 ഹെലികോപ്റ്റർ സഞ്ചരിച്ചിരുന്നത്. എന്നാൽ റൂട്ടിലെ പരമാവധി ഉയരപരിധിയായ 200 അടിക്ക് മുകളിലായിരുന്നു അപകട സമയത്ത് ഹെലികോപ്റ്റർ എന്നാണ് കൺട്രോളർ ടവർ റഡാറിൽ നിന്നുള്ള ഡേറ്റ വ്യക്തമാക്കുന്നത്. യാത്രാ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സിൽ നിന്നും ശേഖരിച്ച വിവരങ്ങൾ അനുസരിച്ച് ഈ സമയം 325 അടി ഉയരത്തിലായിരുന്നു വിമാനമുണ്ടായിരുന്നത്. അതായത് പരമാവധി 200 അടി മാത്രം ഉയരത്തിൽ പറക്കേണ്ടിയിരുന്ന ഹെലികോപ്റ്ററാണ് 325 അടി ഉയരത്തിൽ പറന്നിരുന്ന യാത്രാ വിമാനത്തിൽ ഇടിച്ച് അപകടമുണ്ടായത്. അപകടത്തിന് 2 മിനിറ്റ് മുൻപ് വിമാനത്തിന്റെ സാന്നിധ്യം സംബന്ധിച്ച് മുന്നറിയിപ്പ് ഹെലികോപ്റ്ററിന് ലഭിച്ചിരുന്നതായും എയർ ട്രാഫിക് കൺട്രോളിൽ നിന്നുള്ള ഡേറ്റ വ്യക്തമാക്കുന്നു. അതേസമയം അപകടത്തിന് സെക്കൻഡുകൾക്ക് മുൻപാണ് വിമാനത്തിന്റെ കോക്പിറ്റിൽ നിന്നും ഹെലികോപ്റ്ററിനെ പരാമർശിക്കുന്ന സന്ദേശം പുറത്തു വരുന്നത് എന്നാണ് കോക്പിറ്റിലെ വോയിസ് റെക്കോർഡറുകളിൽ നിന്നും ലഭിച്ച വിവരം. Black Shack 3, proceed directly to Glebe. I need you to land immediately. Can you go to Dollars for a few minutes? Okay, Muff 1-3. I need to have you exit the airspace. Can you go to Andrews? Black Shack 3. Do you have any kind of search light or maybe anything on board that would help shed some light at the east end of the field? രാത്രി ദൗത്യമായിരുന്നതിനാൽ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന സൈനികർ നൈറ്റ് വിഷൻ കണ്ണടകൾ ഉപയോഗിച്ചിരിക്കാം ഹെലികോപ്റ്റർ പറത്തിയിരുന്നത് എന്നതും ഒരു സാധ്യതയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. വ്യോമഗതാഗതമേറിയ റൂട്ടിൽ രാത്രി പരിശീലനം നടത്തിയതിലും സൈന്യത്തിനെതിരെ വിമർശനമുയരുന്നുണ്ട്. അതേസമയം അടിയന്തര സാഹചര്യങ്ങളെ രക്ഷാപ്രവർത്തനത്തിന്റെ പ്രോട്ടോക്കോളുകൾ പാലിച്ചാണ് പരിശീലനം നടത്തിയിരുന്നത് എന്നാണ് സൈന്യത്തിന്റെ വിശദീകരണം. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.